അപ്പോൾ നമുക്ക് എന്നും നമ്മൾ സംഗീതമൊക്കെ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് സംഗീതത്തിൻ്റെ ഒരു പുതിയ വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് സംഗീതത്തിൻ്റെ പറ്റി അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ തിയറി അത് നമുക്ക് പഠിക്കാം കേട്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഏത് രാഗമാണ് പഠിക്കുന്നത്? മായാമാള ഗൗളയുടെ ആദ്യത്തെ പേരെന്തുവാണ്? മാളവ ഗൗള. പിന്നെ നമ്മൾ എന്തിനാണ് ഈ മായ ചേർത്തത്? കടപയാതി സൂത്രത്തിലെ നമ്പർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മായ കൂടെ ചേർത്ത് മായാമാളവ ഗൗള എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിച്ച് വെച്ചത്. മനസ്സിലായില്ലേ? ഇനി മായാമാള ഗൗള രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ ഞാൻ പറയാം. ഷഡ്ജം, ശുദ്ധരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകളി നിഷാദം. പിന്നെ നമ്മൾ ലാസ്റ്റ് താരസ്ഥായി ഷഡ്ജം ചേർക്കണം. എന്തിനാണ്? നമുക്ക് ഒരു താളവട്ടം കിട്ടാൻ വേണ്ടി. ആധാര ഷഡ്ജം എന്താണ്? ആദ്യത്തെ ബേസ് അതിനാണ് ആധാര ഷഡ്ജം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തുന്ന ഏതിലാണ്? താരസ്ഥായി ഷഡ്ജത്തിൽ. മനസ്സിലായോ? ഒരു സ്വരത്തിന്റെ മുകളിലൊരു കുത്തിട്ട അതിന് എന്ത് പറയും? താരസ്ഥായി. ഒരു സ്വരത്തിന്റെ താഴെ കുത്തിട്ട എന്ത് പറയും? മന്ത്രസ്ഥായി. അപ്പൊ മായാമാള ഗൗള രാഗം എത്രാമത്തെ ചക്രത്തിലാണ്? അഗ്നിചക്രം. എത്രാമത്തെ ചക്രം? മൂന്നാമത്തെ ചക്രം. അപ്പൊ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് മൂന്നാമത്തെ ചക്രം. ഇനി സ്വരസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മായാമാള ഗൗള രാഗത്തിന്റെ അതൊരു പാരൻ രാഗം. അപ്പൊ എത്ര പാരൻ രാഗം അല്ലെങ്കിൽ മേളകർത്താ രാഗം ഉണ്ട്? എത്ര മേളകർത്താ രാഗം ഉണ്ട്? 72 മേളകർത്താ രാഗം ഉണ്ട്. മായാമാള ഗൗള ഒരു മേളകർത്താ രാഗം അല്ലെങ്കിൽ ഒരു പാരന്റ് രാഗമാണ്. മനസ്സിലായോ? അതിന്റെ 1-2 ജന്യരാഗങ്ങൾ പറയാമോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ജന്യരാഗങ്ങൾ. അതിൽ നിന്നുണ്ടായ രാഗങ്ങൾ. ചൈൽഡ് രാഗം, മൗളി. ആദ്യം പഠിച്ച ഗീത ഏതിലാണ്? മലഹരി, ഗൗള, പാടി, സാവേരി. ഇതൊക്കെ ഈ രാഗത്തിലെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പാടി രാഗത്തിൽ നിങ്ങൾ ഏതാ പഠിച്ചത്? ശക്തി. ഗൗളി രാഗത്തിൽ നിങ്ങൾ ഏത് പഠിച്ചു? ശ്രീമന്നാരം പഠിച്ചു. അടുത്ത് ഇനി അപ്പൊ ജന്യരാഗവും നമ്മൾ പഠിച്ചു അല്ലേ? നമുക്കിതിങ്ങനെ ഒരു ഡെയിലി കുറേശ്ശെ പഠിച്ച് നമുക്കിതൊരു ഇതാക്കി ജനങ്ങളുടെ ജനപ്രിയമാക്കാം. നമ്മുടെ സംഗീതത്തെക്കുറിച്ചുള്ള തിയറി നമുക്ക് ജനങ്ങളുടെ അറിവിലേക്ക് നമുക്ക് എത്തിക്കാം. മനസ്സിലായില്ല? അപ്പോൾ അത് നിങ്ങൾ തയ്യാറാണ്. എല്ലാം പഠിച്ച് വരണം കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. 72 മേളകർത്താ രാഗങ്ങൾ. മേളകർത്താ രാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന രാഗങ്ങൾ എന്ത് പറയും? ജന്യരാഗങ്ങൾ. മേളകർത്താ രാഗങ്ങൾ എന്ത് പേര് പറയും? ജനകരാഗങ്ങൾ. എന്താണ്? ജനകരാഗങ്ങൾ ഓർ പാരന്റ് രാഗം. മറ്റേതാണെങ്കിൽ ചൈൽഡ് രാഗം അല്ലെങ്കിൽ ജന്യരാഗം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. നമ്മൾ തുടരുന്നതായി.